രാവിലെ സൂര്യന്റെ വെളിച്ചം വീണിട്ടും ആ വീട്ടിൽ ഇന്നും ഒരു ഭാരം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. മീനു പഠിക്കാനിരുന്നെങ്കിലും പുസ്തകത്തിലെ പേജുകളെയൊന്നും അവളുടെ മനസ്സുടക്കുന്നില്ലായിരുന്നു. രാത്രിയിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നു. മീനുവിന്റെ പ്രവർത്തികളെല്ലാം അടുക്കളയിൽ നിന്ന് രേവതി കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഭയന്ന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. രേവതിയുടെ വീടിന് പുറത്ത് പോലീസ് കാവൽ വിജയനെ കൃത്യമായി ഒരുക്കിയിരുന്നു. അവൻ സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനൊരു അവസാനം വേണം. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. ഒരുത്തനെയും വെറുതെ വിടരുത്. മണൽ മാഫിയെ നമുക്ക് പൂർണ്ണമായി അടിച്ചമർത്തണം. വളരാൻ അനുവദിക്കരുത്. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. കോൺസ്റ്റബിൾസ് എല്ലാവരും വിജയ് പറയുന്നത് അംഗീകരിച്ചു. അതിനാദ്യം വേണ്ടത് തെളിവുകളാണ്. ഇന്നു മുതൽ ഓരോ നീക്കവും ശ്രദ്ധിക്കണം. ആരെയും വിട്ടുപോകരുത്. അവന്റെ കണ്ണുകളിൽ തീ ആളിക്കത്തി. അതേസമയം മണൽ മാഫിയയുടെ താവളത്തിൽ നമ്മൾ പോയത് വെറുതെയായി, ഒരു ഗുണ്ട അസഹിഷ്ണുതയോടെ പറഞ്ഞു. വിജയ് ശങ്കർ ഇനി ഇത് നിർത്തുമെന്ന് തോന്നില്ല. മറ്റൊരാൾ പറഞ്ഞു, അത് സാരമില്ല, അയാളെ നിലയ്ക്ക് നിർത്താനുള്ള വഴി നമുക്കറിയാം. അവനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെ മാത്രം നമുക്ക് ലക്ഷ്യം വെക്കാം. അങ്ങനെ അയാളെ നമ്മൾക്ക് തകർക്കാം. ഇതിനിടെ വിജയ് വീണ്ടും രേവതിയുടെ വീട്ടിലെത്തി. അയാളെ കണ്ട ഉടനെ മീനു ഓടിയെത്തി കെട്ടിപ്പിടിച്ചു. മോള് സുഖമായിരിക്കുന്നോ? അതെ അങ്കിൾ, പക്ഷേ എനിക്ക് എപ്പോഴും പേടിയാണ്. മോള് പേടിക്കണ്ട കേട്ടോ. ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്, പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കാനും കൂടി പഠിക്കണം. അവൾ അവനെ ദയനീയമായി നോക്കി. വിജയ് സാർ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. വിജയ് ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ എപ്പോഴും കൂടെയുണ്ടാവും. രേവതിക്ക് തോന്നി വിജയ് ഒരു പോലീസുകാരൻ മാത്രമല്ല, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ. എന്തോ ചെറിയൊരടുപ്പം അയാളോട് തോന്നുന്ന പോലെ അവൾക്ക് തോന്നി. പക്ഷെ അവൾക്കത് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. വിജയ് അവിടെ ഒരു പഴയ ഫോട്ടോ വച്ചിരിക്കുന്നത് കണ്ടു. ഇതാണോ മീനുവിന്റെ അച്ഛൻ? അതെ, ഇത് എൻ്റെ അച്ഛനാണെങ്കിൽ എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല. അങ്കിൾ എനിക്ക് എപ്പോഴും കരച്ചിൽ വരും. മോള് കരയണ്ട കേട്ടോ. അച്ഛൻ എപ്പോഴും മോളെ നോക്കിയിരിക്കുകയാണ്. എന്തു പറ്റിയതാണ്? വിജയ് രേവതിയോട് ചോദിച്ചു. ഒരു അപകടം. ആ വാക്കുകളിൽ എന്തോ ഒരു ഭയം. എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. അന്ന് വൈകുന്നേരം സ്റ്റേഷനിലേക്ക് ഒരു കോളെത്തി. മണൽ മാഫിയയുടെ തലവൻ അടുത്തയാഴ്ച വലിയ ലോഡ് ഇറക്കാൻ പോകുന്നു. വിജയ് പറഞ്ഞു, ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. രാത്രി രേവതി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. മീനു ഉറങ്ങിയിരുന്നു. അവളൊരു പഴയ ഫയൽ പുറത്തെടുത്തു. അതിൽ ചില ഫോട്ടോകളും പേപ്പറുകളും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി ഇത് തുടരരുത്. അവളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം വിജയ് തന്റെ ജീപ്പിൽ പുറത്തേക്ക് പോയി. അപ്പോൾ അയാൾ ചിന്തിച്ചു. അവന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒരു വശത്ത് മണൽ മാഫിയ, മറുവശത്ത് മീനുവും രേവതിയും. അവന് മനസ്സിലായി, ഇതൊരു കടമ മാത്രമല്ല, ഒരു ബന്ധമായി മാറുന്നു. പക്ഷെ ഇത് എന്ത് ബന്ധമാണെന്ന് അവൻ ഇപ്പോഴും പറയാൻ തയ്യാറില്ലായിരുന്നു. ഈ സമയം ആകാശത്ത് മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആകാശം മുഴുവൻ ഇരുണ്ടു. മണ്ണിന്റെ മണവും മഴയുടെ തണുപ്പും ചേർന്ന് നഗരത്തെ മറ്റൊരു ഭാവത്തിലേക്ക് മാറ്റി. വിജയ് ശങ്കർ സ്റ്റേഷനിലെത്തി. ഇന്നൊരു പ്രധാന ദിവസമാണ്. ഇന്നാണ് മണൽ മാഫിയക്കെതിരെ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം എന്തായാലും അവർ രക്ഷപ്പെടില്ല. രേവതി വീടിന്റെ ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകണ്ടേ? മീനു ചോദിച്ചു. പോകണം മോളെ. നമ്മുടെ ജീവിതം പഴയതുപോലെ തന്നെ നോർമലായിട്ട് മുന്നോട്ട് പോകണം. അവൾ അങ്ങനെ പറയുമ്പോഴും അവളുടെ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു. മീനു പോയതിനു ശേഷം രേവതി തനിച്ചായി. വീട് മുഴുവൻ ഒരു നിശബ്ദത. അവൾ വീണ്ടും ആ പഴയ ഫയൽ പുറത്തെടുത്തു. കൈകൾ അല്പം ഒന്ന് വിറച്ചു. അതിലൊരു പഴയ ഫോട്ടോ, അവളും ഭർത്താവും മറ്റു ചിലരും. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. മറക്കാൻ പറ്റാത്ത കുറച്ച് ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് രാത്രി വിജയ് നദീതീരത്തെ ട്രക്കുകൾ വരാനായി കാത്തിരിക്കുകയായിരുന്നു. സാർ, അവർ ഇപ്പോൾ വരും. ദൂരത്തു നിന്ന് ലൈറ്റുകൾ കണ്ടപ്പോഴേ എല്ലാവരും റെഡിയായി. ട്രക്കുകൾ എത്തിയപ്പോഴേക്കും വിജയും കൂട്ടരും മുന്നോട്ട് ചാടി വീണു. അവിടെ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. പലരും പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ പോലീസിന്റെ കസ്റ്റഡിയിലായി. ആരാണ് നിന്റെ തലവൻ? അതിൽ ഒരാളോട് വിജയ് ചോദിച്ചു. ശങ്കർ ഭായ്. ആ പേരവന് നല്ല പരിചയമായിരുന്നു.
ഇതേ സമയത്ത് രേവതിയുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് വാതിലിൽ തട്ടി. പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടിപ്പോയി. ശങ്കർ ഭായ്. ഒരു നിമിഷം അവൾ നിശ്ചലമായി. ഭയം അവളെ മൂടി. നീ ഇവിടെ? അവളുടെ ശബ്ദം പതിവിലും വിറച്ചു. ശങ്കർ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കണ്ടുമുട്ടൽ. നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ വീണ്ടും ഞങ്ങളെ തേടി വന്നത്? നിങ്ങളല്ല ഇവിടെ പ്രശ്നം. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറില്ലേ, അയാളാണ് എൻ്റെ പ്രധാന പ്രശ്നം. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും ഈ കുടുംബം മുഴുവൻ തകർത്താലേ നിങ്ങൾക്ക് സന്തോഷമാകത്തുള്ളൂ. ഇനി അവശേഷിക്കുന്ന ഞാനും കുഞ്ഞും മാത്രമാണ്. ഇനി ഞങ്ങളെ കൂടെ നിങ്ങൾ ഇല്ലാതാക്കിക്കോളൂ. നിങ്ങളെ തീർക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ വഴി തടസ്സമായിട്ട് വന്നേക്കരുത്. ഭർത്താവ് പോയടത്തേക്ക് തന്നെ 2 പേർക്കും പോകേണ്ടി വരും. അയാൾ പോയതിനു ശേഷവും രേവതിയുടെ ഭയം വിട്ടുമാറിയിരുന്നില്ല. അന്ന് വൈകുന്നേരം വിജയ് രേവതിയുടെ വീട്ടിലെത്തി. മീനുവിന് കൊടുത്ത വാക്കുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് മീനുവിനെ കണ്ടുകൊള്ളാം. വിജയ്ക്കിപ്പോൾ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പറയാൻ പറ്റാത്ത ഒരു അടുപ്പം അവൻ ആ കുടുംബവുമായി ഉണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ രേവതിയുടെ ഭയന്ന മുഖം കണ്ട് അയാൾ ചോദിച്ചു, എന്തു പറ്റി? ആകപ്പാടെ ഭയന്നിരിക്കുന്നല്ലോ. ആരെങ്കിലും ഇവിടെ വന്നോ? അവൾ മൗനമായി നിന്നു. എന്താണ് രേവതി, എന്താണ് സംഭവിച്ചെന്ന് പറയൂ. ശങ്കർ ഭായ് ഇവിടെ വന്നിരുന്നു. അയാൾ ഇവിടെ വന്ന് കുറേ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരികെ പോയത്. അതിന് നിങ്ങൾക്ക് ശങ്കറിനെ അറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അറിയാം. എൻ്റെ ഭർത്താവിൻ്റെ മരണം അപകടമരണമല്ല, അയാൾ ഇല്ലാതാക്കിയതാണ്. രേവതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവളുടെ കണ്ണുനീരിനേക്കാൾ ശക്തിയിൽ ആ വാക്കുകൾ അവന്റെ നെഞ്ചിൽ പതിഞ്ഞു. മണൽ മാഫിയയ്ക്കെതിരെ എൻ്റെ ഭർത്താവ് ശബ്ദമുയർത്തി. അങ്ങനെ അവർ എൻ്റെ ഭർത്താവിനെ ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി. ഇപ്പോൾ എന്നെയും മകളെയും ഇല്ലാതാക്കുമെന്ന ഭീഷണിയിലാണ് അയാൾ. ഇപ്പോൾ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എൻ്റെയും കൂടി പ്രശ്നമാണ്. നിങ്ങളുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയ ആളെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മഴ നിന്നെങ്കിലും വീടിനുള്ളിലെ അന്തരീക്ഷം ഇപ്പോഴും ഭാരം നിറഞ്ഞതായിരുന്നു. രേവതി പറഞ്ഞ സത്യം വിജയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങുകയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മരണം അപകടമരണമല്ല, ഇതൊരു കൊലപാതകമാണ്. അവന്റെ മനസ്സ് പറഞ്ഞു. ഇതൊരു കേസ് മാത്രമല്ല, ഇത് നീതി തേടുന്ന ഒരു ജീവിതം കൂടിയാണ്. ആ നിമിഷം രേവതിയുടെ കോൾ വന്നു. സാർ, നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. ഇത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നൊരു കേസാണ്. ഞാൻ മാറി നിൽക്കാൻ വന്നതല്ല, ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വന്നതാണ്. അന്ന് രാത്രി വിജയ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അവനെ പൂട്ടാനുള്ള മറ്റെന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയോ? അവൻ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധത്തിൽ നമ്മൾക്ക് അവനെ പൂട്ടണം. അവന്റെ അടുത്ത് നിൽക്കുക എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രേവതിയുടെ ഭർത്താവിന്റെ കൊലപാതകത്തെപ്പറ്റി ഒരു രഹസ്യ അന്വേഷണം നടത്തണമെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. ശങ്കർ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇപ്പോൾ ഇവരാണ് അവന്റെ ദൗർബല്യം. അവരെ മുന്നിൽ നിർത്തി നമുക്ക് കളിക്കണം. അടുത്ത ദിവസം മീനു സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വാൻ നിർത്തി. അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. ആരോ തന്നെ പിന്തുടർന്ന പോലെ അവൾക്ക് തോന്നി. അന്ന് ക്ലാസ്സിലിരുന്നിട്ടോ അവൾക്ക് ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല. വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അവൾ അമ്മയോട് അവൾക്ക് തോന്നിയ സംശയങ്ങൾ പറഞ്ഞു. രേവതി മീനുവിനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. മോൾക്ക് തോന്നിയതാണ്, മോളെ ആരും പിന്തുടർന്നില്ല. ആരാണ് അമ്മ അവരൊക്കെ? നമ്മുടെ പുറകെ എന്തിനാണ് എല്ലാവരും വരുന്നത്? സന്ധ്യയുടെ മങ്ങലുള്ള വെളിച്ചം വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. മീനു നിലത്തിരുന്ന് കളിക്കുകയായിരുന്നു. അങ്കിൾ, ഇതെന്റെ ഫാമിലിയാണ്. മീനു കുറെ പാവകളെടുത്ത് കയ്യിൽ പിടിച്ചു വിജയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാ ഇതിൽ? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നീട് അവൾ ഒരു പാവ എടുത്തിട്ട് അവന്റെ കൈ കൊടുത്തു. ഇതാണ് അങ്കിൾ, എൻ്റെ അച്ഛൻ. ആ വാക്ക് കേട്ടപ്പോൾ വിജയ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. മീനു, രേവതി പെട്ടെന്ന് അവളെ വിളിച്ചു. മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്കിളിനെ ഇഷ്ടമാണ്. ആ നിർദോഷമായ വാക്കുകൾ അവിടെ ഒരു നിശബ്ദത സൃഷ്ടിച്ചു. വിജയ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ ഉടനെ രേവതി പറഞ്ഞു, ഒരു നിമിഷം, മീനു പറഞ്ഞത് കാര്യമായിട്ട് എടുക്കരുത്. അവൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ ശൂന്യതയാണ്. വിജയ് ശാന്തമായി പറഞ്ഞു. അവൾക്കൊരു ആശ്രയം വേണം, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളുടെ അച്ഛനാകാൻ ഞാനും ആഗ്രഹിക്കുന്നു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അവിടെ അവൾക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്തു. പുറത്ത് കാറ്റ് വീശി. രണ്ടുപേരുടെ മനസ്സിലൊരു നിശബ്ദ സമ്മതമുണ്ടായി. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. പ്രണയം വാക്കുകളിലൂടെ പറയുന്നില്ലെങ്കിലും അത് ഹൃദയത്തിൽ പതിയുന്നുണ്ടായിരുന്നു. ഭയത്തിൻ്റെയും വേദനകളുടെ ഇടയിൽ ഒരു പ്രണയം പതുക്കെ നിശബ്ദമായി, പക്ഷെ ശക്തമായി.
രാത്രിയുടെ നിശബ്ദതയിൽ പുതിയൊരു ബന്ധത്തിന്റെ സ്പർശം ഇപ്പോഴും ആ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു. മീനു ശാന്തമായി കിടന്നുറങ്ങിയാണ്. രേവതി ജനലരിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മനസ്സിൽ അനവധി ചിന്തകളായിരുന്നു. ഇത് ശരിയാണോ? ഭയം അവളിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. അതേസമയം